ഹായ്, ഇന്നൊരു യാത്രയാണ്. കുറേ നാളിന് ശേഷം വല്ലപ്പോഴും പോകുന്ന ആദൂനും ഭയങ്കര സന്തോഷമാകുന്ന ഒരു യാത്ര. കുറച്ച് ദിവസമായി ആദൂട്ടോ പറയുന്നു കടൽ കാണാൻ പോകണമെന്ന്. അങ്ങനെ കടലും കാണാം, മറ്റൊരു സ്ഥലത്തേക്കും കൂടിയാണ് യാത്ര. ഞങ്ങളുടെ ഫ്രണ്ട്സും ഇതെൻ്റെ അതേ പേരുള്ളൊരു പുതിയ കൂട്ടുകാരിയാണ് സുജിന. ഒരു കുഞ്ഞു വാവേണ്ട, അവൻ ഉറക്കമായിരുന്നു. അങ്ങനെ യാത്ര പോകുന്നത് പഴയങ്ങാടി ഭാഗത്തേക്കാണ്. പെറ്റ് സ്റ്റേഷൻ മാട്ടൂൽ. ആദു ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം അവനോട് പറഞ്ഞിട്ടില്ല എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അവൻ അറിയില്ല. എവിടേക്കോ പോകുന്നു, അതിൻ്റെ ഏതാ ഭാഗത്താണ് പോകുന്നതെന്ന് അറിയാത്തതിൻ്റെ പ്രശ്നമാണ് അവൻ. അങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ രണ്ടുപേരും മുന്നേ പോയിട്ടുണ്ട് വേറൊരു ഫ്രണ്ടിൻ്റെ കൂടെ. ഇന്ന് കുറച്ചുകൂടെ നേരത്തെയാണ് പോയത്. എന്താ ബീച്ച് സൈഡിൽ തന്നെയാണ് സ്ഥലം. അപ്പുറത്തെ കടൽ, ഇപ്പുറത്തെ പെറ്റ് സ്റ്റേഷൻ. കുറേ പേര് വീഡിയോ കണ്ടിട്ട് കാണാം. അങ്ങനെ പോയതാണ്. എന്താ ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ടാണ് പോയത്. അങ്ങനെ അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. വേഗം കയറിയിട്ട് പെട്ടെന്ന് തന്നെ ആദൂട്ടിന് കയറുന്നേ ഉണ്ടായിരുന്നില്ല, കടലിൽ പോയി കളിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേഗം പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് കയറി. ടിക്കറ്റെല്ലാം എടുത്തു ഓക്കെ ആക്കി ഞങ്ങളെല്ലാവരും കൂടെ കയറി. ആദൂട്ടിന് വലിയ താല്പര്യം തോന്നിയില്ല ആദ്യം തന്നെ ഉള്ളിൽ കയറാൻ. ഞങ്ങളെല്ലാവരും കയറുമ്പോൾ തന്നെ ഇവിടെ എൻട്രൻസിലുള്ള കാഴ്ച ഏറ്റവും നല്ലൊരു കാഴ്ച ഈ ആനയാണ്. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. അതിൻ്റെ ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ടൊന്നും ആദ്യം സമ്മതിച്ചില്ല. അത് പിടിച്ച് കുളിക്കുക ചെയ്തേ. പിന്നെ എന്തെങ്കിലും പൊട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ പിടിച്ച് മാറ്റി. ഈ എൻട്രൻസിൽ തന്നെ ഇവിടെ കുറച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകളുണ്ട്. അതിന് ഫുഡ് വാങ്ങിയിരുന്നു. നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. അത് കൈ കിടന്ന് പടക്കുന്ന കാണാം. എന്തൊരു ഭംഗിയാണെന്നറിയോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറേ കളിച്ചു, കുറേ സമയം നിന്നു. അകത്തേക്ക് പോകണം, വേറെയുണ്ട് കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് അതുണ്ടാ കേൾക്കുന്നു. ബിനോയ്, കാവ്യ, നിജിയാട്ടെ, ശാരി, പിന്നെ സുജിന, നവി, അശ്വിൻ, ഞാൻ, ആദു, ഇത്രയും അവരെ പോയത്. ബിനോയും കാവ്യയും ന്യൂ മാരീഡ് കപ്പിൾസാണ്. കയറിയിട്ടാകുമ്പോൾ ഇങ്ങനെ ഓരോരോ മൃഗങ്ങളെ കാണാം. നല്ല ഭംഗിയാണ് കാണാൻ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. ഇതൊക്കെ ഇവിടെയുള്ള ഫസ്റ്റ് എൻട്രി തന്നെ കാണാൻ പറ്റുന്ന ഓരോരോ കാഴ്ചകളാണ്. കണ്ടോ, അത് കുറച്ച് അത്യാവശ്യത്തിനുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഓരോ പക്ഷികളും ഓരോ മൃഗങ്ങളുമായിട്ട് ഇങ്ങനെ കാഴ്ച കണ്ട് നടന്നു. ഇതിനൊക്കെ പേരും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വായിച്ചതൊന്നുമില്ല, കണ്ടു. മെയിൻ സന്തോഷം ആദൂനായിരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഇതാണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ ആദൂന് ഒരു പാമ്പുണ്ട് അവിടെ, അതിനെ പിടിക്കാൻ പറ്റിയില്ല. ഇത്തവണ അതിനെ പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവൻ നടക്കുന്നത്. ഇവർ രണ്ടും പെട്ടെന്ന് കൂട്ടായി. ഇത് ഏറ്റവും ചെറിയ പശുവാണ്, നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മാത്രം. ഇവരൊക്കെ അറിയാലോ, പിണങ്ങി നിൽക്കുകയായിരുന്നു. എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു, നോക്കിയതേ ഇല്ല. ഇവർ രണ്ടുപേരും എപ്പോൾ ഒരുമിച്ച് നടക്കുന്നോ അപ്പോൾ തന്നെ ആദു വന്നിട്ട് അതിലിടപെടും. അവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടോ ഈ പുരുഷനെ കൊണ്ട് തോട്ടുണ്ടോ, അവരൊരുമിച്ച് നടക്കാനേ വിട്ടില്ല. ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. ഒരു വൈകുന്നേരമൊക്കെ സൺഡേ ഹോളിഡേയ്സൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. അതായത് എൻ്റെ വരവ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പേടി തോന്നി. അതുകൊണ്ട് ഞാൻ അധികം അതിൻ്റെ അടുത്ത് നിന്നില്ല. പിന്നെ കുറേ സ്ഥലത്ത് ബേഡ്സിൻ്റെ കുറേ കാര്യങ്ങളായിരുന്നു. അതൊക്കെ കാണാനും നല്ല ഭംഗിയായിരുന്നു. പല നിറത്തിലുള്ള പക്ഷികൾ. അതൊക്കെ കഴിഞ്ഞ് കുറേ വേറെ സെക്ഷനിലെത്തി. ഇതിനെ നമ്മൾ കുറേ തൊട്ട് തലവടി കളിച്ചു. അത് കഴിഞ്ഞത് അപ്പുറത്തേക്കുമ്പോൾ ഇവൻ പുറത്തേക്ക് തലയിട്ടു. ഇതൊക്കെ കണ്ട് അപ്പുറത്തൊരു തരം ചെമ്പരിയാട് പിണങ്ങി നിന്നു. അങ്ങനെ കുറച്ച് സംഭവം ഉണ്ടായിട്ടോ. നല്ല രസമായിരുന്നു ഇവരെ കളി കാണാൻ.
അതോടനൊക്കെ അതിനെ കുറേ സമയം പിടിച്ച് തൊട്ടിരുന്നു. ഇതൊക്കെ കണ്ട് സങ്കടപ്പെട്ട് ഇവനെ തൊടാനും പറ്റില്ല, 3 കൊമ്പുണ്ട് ഇവന്, എങ്ങനെ തൊടാനാ? അതൊക്കെ കഴിഞ്ഞു. കുറച്ച് നടന്നപ്പോൾ കുറച്ച് സ്ഥലമുണ്ട്, കുറച്ചധികം സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട്. ഇതാ അത് എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് പാസ് കിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് എൻട്രി പാസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പിടിക്കാനോ ആക്കാനൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ അതും ചെയ്തതാണ്. അവന് വലിയ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കുറച്ച് സമയം കിട്ടും, ഒരു 10 മിനിറ്റ് അത്രയും ടൈമേ കിട്ടും. അപ്പോൾ അവർ വാങ്ങും. ഇതൊക്കെ കണ്ടോ? അതിൻ്റെ ഇപ്പത്തൊക്കെ ഉണ്ടായിരുന്ന എന്തൊക്കെയോ സംസാരിക്കുന്ന, എന്തൊക്കെയോ രീതിയിലും പെരുമാറുന്ന എന്തൊക്കെയോ തരം പക്ഷികൾ. എത്ര തരാമെന്നൊന്നും പറയാൻ പറ്റില്ല, അത്രയും ഉണ്ടായിരുന്നു. കുറേ രീതിയിലുള്ള പക്ഷികളുണ്ടായിരുന്നു. ഇതാണ് സുജ്ന. ഞങ്ങൾ രണ്ടാളും ഒരേ നെയിമാണ്. ഇതാണ് ആദൂട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട് ആദൂട്ടന് എല്ലാവരോടും പോയി പറഞ്ഞ ഒരേ ഒരു കാര്യം, ഞാൻ പാമ്പിനെ പിടിച്ചു. ഉള്ളിൽ നല്ല പേടിയുണ്ടെങ്കിലും അവൻ അത്യാവശ്യം ധൈര്യമായിട്ട് തന്നെ നിന്നു. ഇതെന്ത് പാമ്പാണെന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ വിജയാഘോഷം കാണണമായിരുന്നു. ഒരു സന്തോഷ പ്രകടനമായിരുന്നു അവൻ. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. ഞാനും അശ്വിനും വേറെ ആരും അങ്ങനെ പാമ്പിനെ പിടിക്കാനൊന്നും പോയില്ല, അത് മാത്രമേ പിടിച്ചത്. പിന്നെ ഈ പാരറ്റ്, അതിനെ അവർ ട്രൈ ചെയ്തു. പാസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളാരും ട്രൈ ചെയ്തില്ല. അതൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ബിനോയും കാവ്യയും കൂടെ അത് ഒന്ന് ട്രൈ ചെയ്തു. എന്നിട്ട് ആദ്യം എന്നോട് പറഞ്ഞു, അതിന് നല്ല വെയിറ്റ് ഉണ്ട് അമ്മേ, പാമ്പിനെ പോലെയല്ല എന്ന്. സത്യമാണ്, കുറച്ചധികം വെയിറ്റ് ഉണ്ട് അതിന്. ഇത് കഴിഞ്ഞപ്പോൾ പട്ടികളെ സെക്ഷനായിരുന്നു. കുറേ തരം പട്ടികൾ. എനിക്ക് ഇവന് കുറച്ചധികം ഇഷ്ടമായി കണ്ട കൂട്ടത്തിൽ. നല്ല ഭംഗിയില്ലേ, ഒരു പ്രത്യേക ഷെയ്ഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡൽ. പിന്നെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതായി തുടങ്ങി ഇവർ 2 പേരെ അല്ലാതെ സ്പെഷ്യലായിട്ട് ഇഷ്ടം തോന്നിയ വേറൊരു മൃഗം ഉണ്ടായിരുന്നു അവിടെ. പട്ടിക്കുട്ടി തന്നെ, പക്ഷേ ഒരു 1.5 പട്ടിക്കുട്ടി. ഇവൻ പുറത്തിറങ്ങി നടക്കുന്ന സൈസിൽപ്പെട്ടതാ. ഞങ്ങൾ മുന്നേ പോയപ്പോഴും ഇവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പുറത്തിറങ്ങി. ദൂരെയൊന്നും പോകില്ലെന്ന് തോന്നുന്നു. അശ്വിനും അതൊക്കെ അവരെ എടുക്കുന്ന കുറേ ഫോട്ടോസ് എടുത്തു. അടുത്ത സ്ഥലമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് കണ്ടിട്ടുള്ളതും ഇവിടെ എവിടെയാണെന്ന് അറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് കണ്ടിട്ടുള്ളത് ഇവിടെ പെറ്റ് സ്റ്റേഷനിൽ വന്നിട്ട് ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ട് കണ്ടിട്ടുള്ളത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഇത് എവിടെയാണിപ്പാന്ന്. ഞാനിതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വന്നത്. നല്ല ഭംഗിയായിരുന്നു. ഇവിടെ പോയവരെല്ലാവരും ഈ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ട് കാണും. കുറച്ചധികം സമയം തന്നെ ഞങ്ങളിവിടെ ചിലവഴിച്ചു. കുട്ടികളെന്നല്ല, വലിയാളെന്നല്ല, എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരിക്കും ഇത് കൂട്ടത്തിൽ. കാരണം അത്രയധികം നല്ല പതക്കുന്ന മീനുകളായിരുന്നു, നല്ല കളർഫുള്ളായിട്ട്. ഈ മീനുകൾക്ക് കൊടുക്കാനുള്ള ഫുഡ് പുറത്തുനിന്ന് കിട്ടും. അതിട്ടെടുത്ത് അവർ നമ്മളെ കൈ കയറിയിരിക്കും, ക്ലൂ പറഞ്ഞ് തിന്നു. അതുകൊണ്ടൊന്നും അവിടെ നിന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല. വീഡിയോ എടുത്തിട്ടും ഫോട്ടോസ് എടുത്തിട്ടും ഒന്നും മതിയാവുന്നും ഉണ്ടായിരുന്നില്ല, കാരണം അത്രയും കളർഫുള്ളായിരുന്നു അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ തീറ്റ കഴിച്ചു, വയറ് നിറച്ചിട്ടുണ്ടാവും അവർ. ഇവരൊക്കെ തൊടരുതെന്ന് അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പിന്നെ അനുസരണയുള്ളവരായതുകൊണ്ട് എല്ലാവരും കൈയിട്ട് വരികയും ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു സംഭവമായിരുന്നു ആ കാണുന്ന പട്ടിക്കുട്ടീനെ കണ്ടോ, ആ ബ്രൗൺ കളർ. അത് ഞങ്ങൾ കണ്ടപ്പോൾ തൊട്ട് വട്ടം തിരിയാൻ നിന്നതാ. എന്താ സംഭവം എന്നറിയില്ല, അതിങ്ങനെ കറങ്ങായിരുന്നു, മറ്റേ കീ കൊടുത്ത പാവട്ടം ഒരേ കറക്കായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സ്ഥലത്ത് കുറേ തരം ഫിഷ്, അതിൻ്റെ ഒരു സെക്ഷൻ തന്നെയായിരുന്നു അങ്ങോട്ട്. എല്ലാത്തിനും പ്രത്യേക ഭംഗിയായിരുന്നു, കാണാൻ നല്ല ഭംഗിയായിരുന്നു.
അതൊക്കെ കണ്ടു. കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സെക്ഷൻ ഇതായിരുന്നു. കാണാനും ഇഷ്ടമല്ല, കണ്ടു കഴിഞ്ഞാൽ പേടിയുമാണ്, തൊടാനും ഇഷ്ടമല്ല. ആകുന്ന സാധനമായിരുന്നത്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഇതിൻ്റെ ലാസ്റ്റ് എൻട്രൻസൊക്കെ എത്തി. അങ്ങനെ സംഭവം തീരാൻ പോവുകയാണ്. ഇതേ കണ്ടോ, ആദു ഇവരെ കൂടെ തന്നെയായിരുന്നു. ഇവരെവിടെയുണ്ടോ അവിടെ ആദു ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇതായിരുന്നു ലാസ്റ്റ് സെക്ഷൻ. ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് സംസാരിച്ചു, എല്ലാവരെയും വെയിറ്റ് ചെയ്തു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഇതിനപ്പുറം കുറച്ച് ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് സാധനങ്ങൾ വെക്കുന്ന ടോയ്സൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ ഷോപ്പുണ്ട്. ആദൂട്ടിനോട് ഇവിടുന്ന് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കഷ്ടപ്പെട്ടിട്ട്. ഒന്നും വാങ്ങാൻ പറ്റില്ല, വാങ്ങില്ല എന്ന് ഉറപ്പ് തന്നുകൊണ്ടാണ് കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അതൊക്കെ വീട്ടിലുള്ള സാധനങ്ങളായിരുന്നു. അവന് ആവശ്യമുള്ളതായിട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പെൻസിലും ഷാർപ്പ്നറും ഇറേസറൊക്കെ ആയിരുന്നു. ഇതൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെയുണ്ട്, വെറുതെ കൊണ്ട് ചാടുക. അവിടെ വെച്ചിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു, വിലയും നല്ല ഭംഗിയായിരുന്നു. പക്ഷേ എന്തോ അവനൊന്നും വാശി പിടിച്ചില്ല, നല്ല മോനായിട്ട് തന്നെ ഇരുന്നു. പക്ഷെ ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. കടലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത്, അയ്യോ ഇത്രയും രാത്രിയായിരുന്നു എന്ന്. ഉള്ളിൽ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവനൊരു ഭ്രാന്തനായി തനി സ്വഭാവം പുറത്തെടുത്തു. അമ്മേ രാത്രിയായി, ഞാനിനി എങ്ങനെ കടലിൽ കളിക്കുന്നു എന്നൊക്കെ വാശി പിടിച്ച് കരയാൻ തുടങ്ങി. ഒരുവിധം സമാധാനിപ്പിച്ചു. അവനൊരു സന്തോഷമാവട്ടെ എന്ന് കരുതി ഒന്ന് കടലിൽ പോയി. പക്ഷെ വെള്ളത്തിൽ ഇരുന്നില്ല. അത്ര നീറ്റായിട്ടുള്ള കടലായിട്ട് തോന്നിയില്ല കര. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു, തട്ടുകടയിൽ നിന്ന് ചായ. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലെത്തി.